ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ എല്ലാ TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ശ്രീകാന്തും വർഷയും നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഈ സമയത്ത് രേവതി തൻ്റെ സ്വന്തം വീട്ടിലേക്ക് വന്നു. അപ്പോൾ ദേവും ശരത്തും കൂടെ സാധനങ്ങളൊക്കെ ഒതുക്കി വെച്ചിരിക്കുകയായിരുന്നു. നീ എന്താ മോളൊന്നും പോയില്ല, ലീവ് എടുത്തോന്ന് ചോദിക്കുമ്പം പിന്നെ ലീവ് എടുക്കാതെ പഴയ വീട്ടിലെ സാധനങ്ങളൊക്കെ ഒന്നും ഒതുക്കി പെറുക്കിയൊക്കെ വെക്കണ്ടായിരുന്നു, ഇപ്പോഴൊന്ന് എല്ലാം ആയത് എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്ന. അപ്പോൾ അമ്മയെ വിളിച്ചു നമ്മുടെ ദേവു. അപ്പോൾ അമ്മ വന്നപ്പോൾ മോളെ നീ എന്താ ഓടിപ്പിടിച്ച് പോകുന്നതെന്ന് ചോദിച്ചു. രാവിലെ വരണമെന്ന് പറഞ്ഞതല്ലേ, അപ്പോൾ എൻ്റെ കാര്യമൊക്കെ അമ്മയ്ക്ക് അറിയാവുന്നതല്ലേ, എല്ലായിടത്തും ഓടിയെത്താൻ എന്നെക്കൊണ്ട് പറ്റുന്നില്ല എന്ന് പറഞ്ഞപ്പം സച്ചേട്ടൻ എന്താ വരാത്തതെന്ന് ചോദിച്ചു ശരത്ത്. ഇപ്പോൾ ട്രിപ്പ് ഉണ്ടടാ, പിന്നെ നിങ്ങളുടെ ചോദ്യം കേട്ടാൽ തോന്നും നമ്മൾ പുതിയ വീടെടുത്ത് അതിൻ്റെ പാല് കാച്ചിലാണെന്ന്. ഇതും വാടക വീടല്ലേ എന്ന് രേവതി ചോദിക്കുകയാണ്. അപ്പോൾ അത് കേട്ടപ്പം വാടക വീടാണെങ്കിലും ഞാൻ രാവിലെ പാലൊക്കെ കാച്ചിരുന്നു മോളെ എന്ന് പറയുകയാണ് അമ്മ. നിൻ്റെയും സച്ചിയുടെയും ഒരു കുറവുണ്ടായിരുന്നു എന്ന് അമ്മ പറഞ്ഞപ്പം ചേച്ചിക്ക് വീട് ഇഷ്ടമായോ എന്ന് ചോദിച്ചു ദേവു. ഞാൻ വീടിനകം മുഴുവനും കണ്ടില്ലല്ലോ, പിന്നെ എന്തായാലും പുറത്തുനിന്ന് നോക്കിയപ്പോൾ എനിക്ക് ഇഷ്ടമായി. പഴയ വീടിനേക്കാളും നല്ല സൗകര്യമുണ്ട് ഇവിടെ എന്ന് പറഞ്ഞു. അകത്തുള്ള കാറ്റും വെളിച്ചമൊക്കെ ഉണ്ടെന്നും പറഞ്ഞു. വാടകയും കുറവാ മോളേന്നും അമ്മ. കയറി വരുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജിയൊക്കെ തോന്നുന്നുണ്ടെന്ന് പറഞ്ഞപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലാണ് ഇവിടുന്ന് അടുത്താണ്, എനിക്ക് പോകാനും വരാനും ഒക്കെ സൗകര്യമായെന്നും പറഞ്ഞു ദേവു. അപ്പം നിൻ്റെ സൗകര്യത്തിന് വേണ്ടി വീട് എടുത്ത് തന്നെ എന്ന് ചേർത്ത് ചോദിക്കുമ്പം എടാ ഞാനും ഈ നാട്ടുകാരിയൊക്കെ തന്നെയാണ് കേട്ടോ, നിങ്ങളുടെ സംസാരം കേട്ടാൽ തോന്നും ഞാൻ ഈ നാട്ടുകാരിയേ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് രേവതി ഇങ്ങനെ അവിടെ നിന്ന് പറഞ്ഞപ്പം വാ അമ്മേ നമുക്ക് പുറത്തുനിന്നൊക്കെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞു. അവരങ്ങനെ വീട് കാണാനൊക്കെ പോവുക. ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം സ്വന്തം വീട്ടിൽ കിടന്ന് ഉറങ്ങണമെന്നുള്ളൊരാഗ്രഹം നിങ്ങളുടെ അച്ഛനുണ്ടായിരുന്നു എന്ന് അമ്മ പറയുക. അത് നടന്നില്ല എന്നും അമ്മ സങ്കടത്തോടു കൂടി ഇങ്ങനെ പറയുന്നു. അങ്ങനെ ഒരു ആഗ്രഹം എനിക്കും ഉണ്ട് മോളെ എന്നും അമ്മ പറയുമ്പം ഇവരിങ്ങനെ നോക്കുക. എൻ്റെ കണ്ണടയുന്നതിന് മുന്നേ അത് നടക്കുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊക്കെ നടക്കും അമ്മേ, നടക്കും. അമ്മ സന്തോഷമായിട്ടിരിക്കുക. ചെറുതാണെങ്കിലും എൻ്റെ ബിസിനസ്സിൽ ഞാൻ മുന്നോട്ട് തന്നെയല്ലേ പോകുന്നത്. ദേവു ഇപ്പോൾ ജോലി കിട്ടി, പിന്നെ ശരത്ത് നന്നായി പഠിക്കുന്നുമുണ്ട്, അവനും നല്ലൊരു ജോലി കിട്ടുമെന്നും രേവതി പറയാം. പിന്നെ നമ്മുടെ കഷ്ടപ്പാടൊക്കെ മാറി വരികയല്ലേ അമ്മയെന്ന് ചോദിച്ചു രേവതി. കുറച്ച് കഴിയട്ടെ, നമുക്കും സ്വന്തമായിട്ട് ഒരു വീടുണ്ടാക്കാം എന്ന് രേവതി ഇങ്ങനെ അവിടെ നിന്ന് പറയണം. അതൊക്കെ പറഞ്ഞ് അമ്മയെ സമാധാനിപ്പിക്കാം. പിന്നെ അച്ഛൻ്റെ ഫോട്ടോ ഇവിടെ തൂക്കാം എന്ന് പറയുമ്പം വർഷാവർഷം വീടിങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയല്ലേ, അപ്പോൾ എല്ലാത്തിനും കരുതലായിട്ട് ദൈവങ്ങൾക്കൊപ്പം കൃഷ്ണേട്ടനും വേണമെന്ന കാര്യങ്ങൾ ഇങ്ങനെ പറയുക നമ്മുടെ അമ്മ. അതുകൊണ്ട് അവിടെ വെച്ചാൽ മതിയെന്ന് രേവതി പറഞ്ഞു. ഫ്രണ്ടിൽ വെക്കാമെന്ന്. അപ്പോൾ ഭഗവാന്മാരുടെ ഫോട്ടോ എടുത്ത് വെച്ചാൽ മതിയെന്നാണ് അമ്മ പറഞ്ഞതിൻ്റെ അർത്ഥം. അത് കഴിഞ്ഞപ്പോൾ മോളിരിക്കുക, ഞാൻ പായസം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു രേവതി അവിടെ നിന്നു. അമ്മ അകത്തേക്ക് കയറിപ്പോയി. അപ്പോൾ അനിയനും അനിയത്തിയും കൂടി ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ. അങ്ങനെ സന്തോഷമായിട്ട് രണ്ടുപേരും കൂടി ഇങ്ങനെ നിൽക്കുന്നു. രേവതിക്കും ഭയങ്കര സന്തോഷം. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ രേവതി സ്വന്തം വീട്ടിലേക്ക് എത്തി. അവിടെ അടുക്കളപ്പണിയാണ്. അപ്പം അച്ചമ്മ മോളെ രേവതി ഞാൻ ഇറങ്ങാം കേട്ടോ എന്ന് പറഞ്ഞ് വിളിച്ചു. അയ്യോ അച്ചമ്മേ നിൽക്ക്, ഞാൻ ദേ വരുന്ന അച്ചമ്മേ എന്നും പറഞ്ഞുകൊണ്ട് രേവതി ഓടി ചെല്ലുക. അപ്പോഴത്തേക്കും അച്ചമ്മ പോകാനുള്ള ഇതായിട്ട് അവിടെ ഇറങ്ങിയപ്പോൾ സച്ചി എല്ലാ സാധനങ്ങളും എടുത്ത് വണ്ടിയിലേക്ക് വെച്ചു. അപ്പോൾ രേവതി ഓടിക്കതച്ച് വന്നപ്പോൾ നീ അകത്ത് പോയിരിക്കും, നിനക്ക് ഇവിടെ വന്നിരുന്നൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ അച്ചമ്മേ കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞ് പോയാൽ പോരെ എന്ന് ചോദിച്ചപ്പം ഇല്ല മോളെ വയലിൽ പണി നടക്കുന്നുണ്ട്, എപ്പോൾ നോക്കിയാലും അടുക്കളയിൽ തന്നെയാണ്, ആകെ വിയർത്ത് കുളിച്ചു എന്നൊക്കെ അച്ചമ്മ ഇങ്ങനെ പറയുവാണ്. സച്ചി ഇങ്ങനെ ഒരു സങ്കടത്തിൽ ഇങ്ങനെ നിൽക്കുന്നു. ശ്രുതിക്ക് ആശ്വാസമായി അച്ചമ്മ പോകുന്നതിലേ. നിങ്ങൾക്ക് രണ്ടുപേരും ഇവിടെ നിന്ന് സഹായിച്ചാൽ എന്താ, അടുക്കളയിൽ കയറി നിങ്ങളുടെ സൗന്ദര്യം പോകുമെന്നൊക്കെ ചോദിച്ചുകൊണ്ട് അന്നേരം അച്ചമ്മ ചന്ദ്രയോടും ശ്രുതിയോടും ദേഷ്യപ്പെട്ടു. അത് പിന്നെ എങ്ങനെയാണമ്മേ, വീട്ടിലെ പണിയൊക്കെ തീർത്തിട്ട് വേണം നമുക്ക് പൂ കെട്ടാൻ വേണ്ടിയിട്ട്, ഇന്ന് വരെ കൊച്ചൊരിടത്ത് തിരിഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അവളെപ്പോഴും ഒന്ന് ഓടിക്കൊണ്ടിരിക്കുകയല്ലേ എന്ന് ചന്ദ്രമതി അന്നേരം രവിയേട്ടൻ ഓടി ചോദിച്ചു. അപ്പോഴേക്കും അച്ചമ്മ നീ ഓടിച്ചോണ്ടിരിക്കുകയല്ലേ അവളെ എന്ന് ചന്ദ്രയോട് ചോദിച്ചു. അത് ചന്ദ്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. ചന്ദ്ര ഇങ്ങനെ മുഖം മുറിപ്പിച്ച് ഇങ്ങനെ അവിടെ നിൽക്കുക. നമ്മുടെ സച്ചി ഇതൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുക. ഇങ്ങനെ പോയാലേ ശരിയാവത്തില്ല, ആരോഗ്യം നോക്കണമെന്ന് അച്ചമ്മ രേവതിയോട് പറഞ്ഞു കൊടുക്കുക. നമുക്ക് വേണ്ടി മാത്രം നമ്മൾ കുറച്ച് സമയം കണ്ടെത്തണമെന്നും നിങ്ങൾ രണ്ടാളും കൂടി എൻ്റെ വീട്ടിലേക്ക് വരുന്നോ, കുറച്ച് ദിവസം അവിടെ നിന്നിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നീട് ഒരു ദിവസം വരാമെന്ന് പറഞ്ഞു രേവതി. കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്നതിന് ശേഷം നീ പുറത്ത് ഇറങ്ങിയിട്ടേ ഇല്ല എന്ന് അച്ചമ്മ പറയുക. മുഴുവൻ സമയം ഈ കൂട്ടിനകത്ത് തന്നെയല്ലേ എന്നും ചോദിച്ചു. നീ എന്താ വളർത്തുമൃഗം വല്ലതും ആണോ എന്നും ചോദിക്കാം കേട്ടോ. ചന്ദ്രയ്ക്ക് ഇതൊന്നും അങ്ങ് ദഹിക്കണില്ലേ. പുറത്തിറങ്ങാറൊക്കെ ഉണ്ട് അച്ചമ്മേ, പൂവിക്കാനും മാർക്കറ്റിലേക്കും ഒക്കെ പുറത്തേക്കല്ലേ പോകുന്നേ എന്ന് സുധിയുടെ വകയൊരു ഡയലോഗ്. അപ്പോൾ അവളുടെ അമ്മയുടെ വീട്ടിലും പോവാറൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ കൊള്ളാലോ രണ്ടുപേരും ശ്രുതിയോടും പറഞ്ഞു അച്ചമ്മ. മിണ്ടി പോകരുത്, രണ്ടെണ്ണം പറഞ്ഞേക്കാം എന്ന് പറഞ്ഞ് രണ്ടെണ്ണത്തിൻ്റെ തല ഡോസും കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ എടാ സച്ചി നീ ഇവളെയും കൂട്ടി ഇതുവരെ എവിടെയെങ്കിലും പോയിട്ടുണ്ടോ എന്ന് ചോദിക്കുക അച്ചമ്മ. അപ്പോൾ ചോദിക്കുന്ന രവിയേട്ടൻ അവിടെ നിന്ന് പറഞ്ഞപ്പോൾ അത് പിന്നെ ചോദിച്ചതിന് നീ മറുപടി പറയാൻ പറഞ്ഞു അച്ചമ്മ. അത് പിന്നെ അച്ചമ്മേ പിന്നെ ചില ഹോട്ടലുകളിലൊക്കെ പോയിട്ടുണ്ട് മസാല ദോശയൊക്കെ കഴിക്കാൻ. അപ്പോഴത്തേക്കും സച്ചിയുടെ ചെവിക്ക് പിടിച്ചു. അത് കാര്യമാണോടാ നിന്നോട് ഞാൻ ചോദിച്ചേ. അപ്പോൾ അവൻ ആ കൊച്ചിനെ കൊണ്ടങ്ങ് പോയിട്ടൊന്നും ഇല്ല അമ്മയെന്ന് പറഞ്ഞു രവിയേട്ടൻ. എടാ
ദേ ഇടയ്ക്കിടയ്ക്ക് ഭാര്യയും കൂട്ടി എവിടെയെങ്കിലുമൊക്കെ പോകണം. കാണാൻ എത്രയെത്ര നല്ല നല്ല സ്ഥലങ്ങൾ ഈ ഭൂമിയിലുണ്ട്. അത് തന്നെ അച്ഛമ്മ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി ഇങ്ങനെ നിൽക്കുമ്പോൾ അവൻ കാണാറുണ്ട്. ട്രിപ്പ് പോകുമ്പോഴേ അവൻ പല സ്ഥലത്ത് ഓട്ടം പോകുന്നതല്ലേ, ആ കൊച്ചിനെ അവൻ്റെ സ്ഥലത്തോട്ട് കൊണ്ടുപോവുകയില്ല എന്ന് പറഞ്ഞപ്പം സച്ചി, നീ രേവതിയെ ഇങ്ങനെ അടുക്കളക്കാരി ആക്കി ഇടരുത് കേട്ടോ. അവളെയും കൂട്ടി കുറച്ച് ദിവസം എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോകാൻ പറഞ്ഞു, ഒന്ന് കറങ്ങിയിട്ടൊക്കെ വരാനും പറഞ്ഞു. ആ അച്ഛമ്മേ, എവിടെയെങ്കിലും ടൂറ് പോയാലോ എന്ന് ഞാനും കുറച്ച് ദിവസമായിട്ട് ആലോചിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ആലോചിച്ചുകൊണ്ടിരുന്നാൽ പോരാ, പോകണം എന്ന് അച്ഛമ്മ പറഞ്ഞു. നീട്ടി വെച്ചാൽ അത് നടക്കില്ല എന്നും പറഞ്ഞു. നാളെ തന്നെ പോകാൻ നോക്കാനും. അപ്പോൾ ശരിയെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോഴത്തേക്കും ചന്ദ്ര എന്ന് പറഞ്ഞ് നോക്കുക കേട്ടോ. നാളെ പോവാനോ? ഈ കാലാവസ്ഥയിൽ ആരെങ്കിലും ടൂറ് പോകുമോ? അപ്പോൾ ഈ കാലാവസ്ഥയ്ക്ക് ഇപ്പോൾ എന്താ കുഴപ്പമെന്ന് ചോദിച്ചു. നിങ്ങൾ പോയിട്ടോ മക്കളെ, നിങ്ങൾ ചെല്ല് എന്നും പറഞ്ഞ് ഇങ്ങനെ പറയണു. അങ്ങനെ അതും പറഞ്ഞ് അവർ സന്തോഷമായിട്ട് നിൽക്കുന്നു. അപ്പോൾ രവേട്ടൻ പറഞ്ഞു, മോളുടെ മുഖത്ത് സന്തോഷം കണ്ടില്ലേ അമ്മയെന്ന്. അച്ഛമ്മയ്ക്കും ഭയങ്കര സന്തോഷമായി. അപ്പോഴത്തേക്കും ശ്രുതിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിന്നിങ്ങനെ കണ്ണും കാലൊക്കെ ഇങ്ങനെ കാണിക്കാം. എന്നാൽ പിന്നെ ഞാൻ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞ് അച്ഛമ്മ ഇങ്ങനെ യാത്ര പറയുമ്പോൾ പോകണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ കേൾക്കത്തില്ലല്ലോ എന്ന് പറഞ്ഞു രവിയേട്ടൻ. പോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് അച്ഛമ്മ വണ്ടിയിൽ കയറി എല്ലാവരോടും യാത്ര പറഞ്ഞ് മോനെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മയൊക്കെ കൊടുത്തു. അപ്പോൾ അങ്ങനെ അച്ഛമ്മ രവിയേട്ടനെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മയൊക്കെ കൊടുത്ത് വണ്ടിയിലേക്ക് കയറാൻ നോക്കുക കേട്ടോ. എന്താ അമ്മേ പുതിയൊരു ചടങ്ങൊക്കെ എന്ന് ചോദിച്ചപ്പം അമ്മയ്ക്ക് തോന്നിയിട്ടാണെന്ന് അച്ഛമ്മ ഇങ്ങനെ പറയാം. പോട്ടെ അതും പറഞ്ഞ് അച്ഛമ്മ വണ്ടിയിലേക്ക് കയറി. അച്ഛമ്മ അങ്ങ് പോണു. രവേട്ടന് സങ്കടം വന്നു. രവേട്ടൻ ഇങ്ങനെ നിൽക്കുന്നത്, ബാക്കിയുള്ള എല്ലാം കൂടെ അകത്തേക്ക് കയറി പോവുകയും ചെയ്തു. ചന്ദ്രമതി അന്നേരത്തേക്ക് അവിടെ നിന്ന് ആലോചന അങ്ങ് തുടങ്ങി, ഇതെങ്ങനെ രേവതിയെ നാളെ വിടാതിരിക്കാം എന്നുള്ളതിൽ. അപ്പോൾ അടുക്കളയിൽ ചെന്നു, ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കുന്നു. അപ്പോൾ രേവതി ഇങ്ങനെ നോക്കുമ്പോൾ ചന്ദ്ര തന്നെ വെള്ളം എടുത്ത് കുടിക്കും. ഇത് കണ്ടപ്പോൾ രേവതി അന്തം വിട്ട് നോക്കുക, ഇതെന്താ സാധാരണ വെള്ളം വേണമെന്ന് ഓർഡർ ഇടുകയാണല്ലോ പതിവെന്ന് ഇങ്ങനെ രേവതി ചോദിച്ചു. ഇന്നെന്താ അടുക്കളയിൽ വന്ന് എടുത്ത് കുടിക്കാന്നൊക്കെ വെച്ചതെന്നൊക്കെ ചോദിക്കുമ്പം ദേ എൻ്റെ നാക്കിൻ്റെ നീളം കൂട്ടിക്കൊണ്ട് വരും, നിന്റെ അച്ഛമ്മയൊന്നും ഇവിടെ ഇല്ല, മാർക്കണ്ട കേട്ടോ എന്ന് ചന്ദ്രമതി പറഞ്ഞപ്പം ഞാൻ വിളിച്ചാലേ അച്ഛമ്മ ഇങ്ങോട്ട് ഓടി വരും, വിളിക്കട്ടെ എന്ന് രേവതി അന്നേരം ചന്ദ്രയോട് ചോദിച്ചു. ചന്ദ്ര അന്നേരം വട്ടവും നീളം വലിയ നിന്നു. വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി അവിടെ നിന്ന് പോകുമ്പം അതെ നിങ്ങൾ ടൂർ പോകാൻ തീരുമാനിച്ചോ എന്ന് ചോദിച്ചു ചന്ദ്ര. അപ്പോൾ തീരുമാനിച്ചെന്ന് രേവതി പറഞ്ഞു. അമ്മയുടെ മുന്നിൽ വെച്ചല്ലേ സച്ചേട്ടനത് പറഞ്ഞത്, പിന്നെന്തിനാ ഇപ്പം എന്നോട് ഇങ്ങനെ ഒരു ചോദ്യം എന്ന് രേവതി ചോദിക്കുമ്പോൾ, അല്ല അത് പിന്നെ 2-3 ദിവസം ഇവിടുന്ന് മാറി നിന്നാൽ നിൻ്റെ പൂക്കച്ചവടം ഒന്നും നടക്കത്തില്ലല്ലോ എന്ന് ചന്ദ്രമതി ചോദിക്കുക. പിന്നെ നീ പോയിട്ട് വരുമ്പോഴേക്കും നിൻ്റെ സ്ഥിരം കസ്റ്റമേഴ്സൊക്കെ നഷ്ടപ്പെട്ടു പോകത്തില്ലേ എന്ന് ചന്ദ്ര ചോദിക്കുമ്പം, ആര് പറഞ്ഞു പൂക്കച്ചവടം നടക്കില്ല എന്ന്? എൻ്റെ സ്ഥിരം കസ്റ്റമേഴ്സിനൊക്കെ അമ്മയും ദേവും പൂ കൊടുത്തോളൂ എന്ന് നമ്മുടെ രേവതി പറയാം. അയ്യോ എന്ന് പറഞ്ഞ് രേവതി ഓടി നടന്ന് പണി ചെയ്യുക. അപ്പോൾ ഓരോ കാര്യത്തിന് രേവതിയോട് പിറകെ നടന്ന് ഓരോന്ന് ചോദിച്ചുകൊണ്ടിരിക്കുക ചന്ദ്ര. അമ്മ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട, അതൊക്കെ നടന്നോളൂ എന്ന് പറഞ്ഞു. സച്ചിയുടെ സ്വഭാവം നിനക്ക് അറിയാവുന്നതല്ലേ, അവൻ എവിടെ ചെന്നാലും പ്രശ്നം ഉണ്ടാക്കുമെന്നും സന്തോഷത്തോടെയൊക്കെ ഇവിടുന്ന് ഇറങ്ങും, പക്ഷേ കരഞ്ഞുകൊണ്ടായിരിക്കും നീ തിരിച്ചു വരുന്നതെന്ന കാര്യമൊക്കെ ഇങ്ങനെ പറയുകയാണ് നമ്മുടെ ചന്ദ്ര. അവൻ്റെ കൂടെ പോകാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്നും പറഞ്ഞു. അന്നേരം അതെ സച്ചേട്ടന് ഒരു പ്രശ്നം ഉണ്ടാക്കത്തില്ല എന്ന് രേവതി പറഞ്ഞു. നാശം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക ചന്ദ്ര. എന്നിട്ട് പിറകെ നടക്കട്ടെ രേവതിയുടെ. അവൻ കുടിക്കും, പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യും. മുമ്പൊക്കെ കൂട്ടുകാരുടെ കൂടെ ഇടയ്ക്കിടയ്ക്ക് ടൂറൊക്കെ പോകുമായിരുന്നു, പോയടത്തൊക്കെ കുടിച്ച് പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്യുമായിരുന്നു. എത്ര തവണ പോലീസ് സ്റ്റേഷനിൽ കിടന്നിട്ടുണ്ട്. പിന്നെ ഇവൻ അറിയിക്കേണ്ടതായിരുന്നു കൂട്ടുകാരൊക്കെ ടൂറിന് പോയിക്കൊണ്ടിരുന്നതെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുമ്പം എൻ്റെ സച്ചേട്ടൻ ഇപ്പോൾ കുടിക്കാറില്ല എന്ന് പറഞ്ഞു നമ്മുടെ രേവതി. പിന്നെ കുടിക്കാത്തൊരു മാന്യൻ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഇങ്ങനെ കളിയാക്കുക. കണ്ട ബാറിലൊക്കെ കയറി ഇറങ്ങിയിട്ടായിരിക്കും അവൻ്റെ യാത്ര. നീ പെട്ടുപോകും മോളെ എന്ന് ചന്ദ്രമതി പറയുമ്പോൾ രേവതിക്ക് സഹിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ നമ്മുടെ രേവതി ശരിക്കും നല്ല ഡയലോഗ് അങ്ങ് പറയുക, ദേ നീ പോകാതിരിക്കുന്നതാണ് നല്ലത്, അവൻ നിന്നെയും കൊണ്ട് ടൂറൊന്നും പോകില്ല. പിന്നെ അവിടുത്തെ കാലാവസ്ഥയൊന്നും അത്ര നല്ലതല്ല എന്നൊക്കെ ചന്ദ്രമതി ഇങ്ങനെ പറയാം. അപ്പോൾ ഞങ്ങൾ ടൂർ പോകുന്നത് എവിടേക്കാണെന്ന് അറിയാതെ അമ്മ എന്തിനാണ് ഇങ്ങനെ കാലാവസ്ഥയുടെ കാര്യമൊക്കെ പറയുന്നതെന്ന് ചോദിച്ചു. നിങ്ങൾ എങ്ങോട്ട് പോയാലും അവിടുത്തെ കാലാവസ്ഥ മോശമായിരിക്കും എന്ന് ചന്ദ്ര. അമ്മയ്ക്ക് എന്താ തലയ്ക്ക് സ്ഥിരതയില്ല, എന്തൊക്കെയാണ് അമ്മ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചു. തലയ്ക്ക് സ്ഥിരമില്ലാത്തത് നിൻ്റെ എൻ്റെ അമ്മ ഇങ്ങനെയൊന്നും സംസാരിക്കാറില്ല എന്ന് രേവതി നേരം ചാടിക്കയറി അങ്ങ് പറഞ്ഞു. രേവതി ഞാൻ നിൻ്റെ നല്ലതിന് വേണ്ടിയാണ് പറയുന്നതെന്ന് ചന്ദ്ര പറയാം. വണ്ടിയായി നിനക്ക് അത് മനസ്സിലാകുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ചന്ദ്രയോട്. ഈയിടെയായിട്ടെ അമ്മയ്ക്ക് കുറച്ച് ബുദ്ധി കൂടുന്നുണ്ടെന്ന് രേവതി പറഞ്ഞു. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം കേട്ടോ, കയ്യിൽ കാശുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് മുകളിൽ മുറി ഉണ്ടാക്കാൻ നോക്കാനായിട്ട് ചന്ദ്ര പറയാം. ടൂറിന് പോയി അതൊക്കെ കളയണമെന്ന് ചോദിച്ചു. എന്തൊരു സ്നേഹം എൻ്റെ പൊന്നോ എന്ന് പറഞ്ഞുകൊണ്ട് രേവതി ഇങ്ങനെ ചന്ദ്രയോട് പറഞ്ഞപ്പോൾ ചന്ദ്ര ഇങ്ങനെ ഒന്നും അല്ലാത്ത പോലെ നിൽക്കാം. ഞങ്ങൾ മുറിയെടുക്കുന്നത് മുടക്കാൻ നോക്കുന്ന അമ്മ തന്നെയാണോ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിച്ചു ചന്ദ്രയോട് രേവതി. അമ്മേ ടൂറിന് പോകാൻ വലിയ പൈസയൊന്നും വേണ്ട, കുറച്ച് പൈസ മാത്രം മതിയെന്ന കാര്യം പറയുക.
ചന്ദ്രയ്ക്ക് മനസ്സിലായി ഇവരെന്ത് വന്നാലും പോകുമെന്ന്. അപ്പോൾ രേവതി ഇങ്ങനെ നോക്കുക കേട്ടോ. ഇനി എന്തെങ്കിലും അമ്മയ്ക്ക് പറയാനുണ്ടോ എന്ന് ചന്ദ്രയോട് രേവതി ചോദിക്കുകയും ചെയ്തു. അതോ കയ്യിലെ സ്റ്റോക്കൊക്കെ തീർന്നോ അമ്മയെന്നും ചോദിച്ചു. ചന്ദ്ര അന്നേരം ചൂളി ഇങ്ങനെ നിൽക്കുവാണ്. തീർന്നെങ്കിലേ അമ്മ ചെല്ല്, എനിക്ക് കിച്ചണിൽ ഇഷ്ടം പോലെ പണിയുണ്ട് കേട്ടോ എന്ന് പറഞ്ഞ് രേവതി ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ചന്ദ്രമൻ നാണം കേട്ടോ അവിടെ നിന്ന് അങ്ങ് പോയി. ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ രേവതി അടുക്കളയിൽ ജോലി തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ അച്ഛമ്മയെ കൊണ്ടുവിട്ടിട്ട് സച്ചി അങ്ങോട്ടേക്ക് വന്നു. എടാ എപ്പോഴാണ് പോകുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അതൊന്നും തീരുമാനിച്ചില്ല അച്ഛാന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഇനി നീ എപ്പോഴാണ് തീരുമാനിക്കാൻ ഇരിക്കണേന്ന് ചോദിക്കുക അച്ഛൻ. പെട്ടെന്ന് പോകണമെന്നല്ലടാ അമ്മ പറഞ്ഞതെന്ന് ചോദിക്കുമ്പം അതുവിനെ എനിക്കൊരു ഐഡിയ ഇല്ല അച്ഛാ, ഐഡിയ ഒക്കെ തന്നെ ഉണ്ടായിക്കോളൂ. നീ ഒരു കാര്യം ചെയ്യുക, നീ ചെന്ന വർഷയും ശ്രീകാന്തിനെ കാണാം, അവർക്കാകുമ്പോൾ ഈ കാര്യത്തിലൊക്കെ നല്ല വിവരമുള്ള ചില സമയങ്ങളുണ്ട്. ചെല്ലെന്ന് പറഞ്ഞാൽ അച്ഛൻ ശ്രീകാന്തിയെയും വർഷയും കാണാനായിട്ട് പറഞ്ഞു വിടണം. അപ്പോൾ സച്ചി അങ്ങ് കയറി പോയപ്പോഴത്തേക്കും നമ്മുടെ വർഷം ഓടി നിന്നിട്ട് സച്ചേട്ടാ നിങ്ങൾ പോകാനുള്ള സ്ഥലം ഫിക്സ് ആയോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ചന്ദ്ര എവിടെ ഇരുന്നതൊക്കെ കേൾക്കുന്നുണ്ടേ. എന്നാൽ പിന്നെ പോകാൻ പറ്റിയ പ്ലേസ് ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു വർഷ. നിങ്ങൾ മൂന്നാറിലേക്ക് വിട്ടോ, നല്ല സ്ഥലമാണെന്നും ഞാൻ 3-4 തവണ അവിടെ പോയിട്ടുണ്ടെന്ന് നമ്മുടെ വർഷ പറയുമ്പോൾ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ചന്ദ്രൻ പറഞ്ഞു നിൽക്കും. അപ്പോഴത്തേക്കും ശ്രുതി അവിടെ കാണാനൊന്നും പ്രത്യേകിച്ചില്ല എന്ന് മുകളിൽ നിന്ന് വിളിച്ചു പറയുന്നു. അപ്പോഴത്തേക്ക് രേവതി അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ ശ്രുതിയുടെ വർത്തമാനമൊക്കെ ഇട്ടു. അപ്പോൾ പോയി കാശ് കളയട്ടെ, നീ എന്തിനാ അതൊക്കെ പറഞ്ഞു കൊടുക്കുന്നതെന്ന് ചന്ദ്ര അന്നേരം ശ്രുതിയോട് ചോദിക്കാം. പാർലറേട്ടത്തി അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ മൂന്നാറിലേക്ക് തന്നെ പോകുമെന്ന് സച്ചി അന്നേരം പറയും. അപ്പോൾ വർഷയ്ക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ അത് തീരുമാനിച്ചോ എന്ന് രേവതി ചോദിച്ചു. തീരുമാനിച്ചെന്ന് സച്ചിയും പറഞ്ഞു. നാളെ നമ്മൾ രാവിലെ തന്നെ ഇവിടുന്ന് പുറപ്പെടുമെന്നും സച്ചി പറയുന്നു. പിന്നെ ഒരു 2 ദിവസമേ അടിച്ചു പൊളിച്ചിട്ട് നമുക്ക് വരാമെന്നും പറഞ്ഞു. എന്നും പറഞ്ഞു ശ്രുതി ഇങ്ങനെ നിൽക്കുക കലി കയറിയിട്ട്. ചന്ദ്രയ്ക്ക് ഭയങ്കര കലിപ്പ്. അല്ല അതിന് ശ്രുതി ചേച്ചി 3 പോയിട്ടുണ്ടോ എന്ന് വർഷ ചോദിച്ചു. അപ്പോൾ ഇല്ലയെന്ന് പറഞ്ഞു. പിന്നെ എങ്ങനെയാണ് അവിടെ കാണാനൊന്നും ഇല്ലെന്ന് പറയുന്നതെന്ന് വർഷ ചോദിക്കാം. അത് എന്തുകൊണ്ടാണ് പറഞ്ഞത് നമുക്ക് ഊഹിക്കാമല്ലോ വർഷയെന്ന് രേവതിയും പറഞ്ഞു. സച്ചേട്ടാ മൂന്നാർ ഒരു ബ്യൂട്ടിഫുൾ പ്ലേസാണ്, ഒന്ന് പോയാലേ പിന്നെയും പോകാൻ തോന്നുന്നു വർഷ സച്ചിയോട് പറയാട്ടോ. അപ്പോൾ ആണോ എന്നാൽ പിന്നെ ഞങ്ങൾ എല്ലാ വർഷവും പോകുമെന്നൊക്കെ സച്ചി എന്നും പറഞ്ഞുകൊണ്ടിരിക്കുക. ശ്രുതി ഇപ്പോഴേ അവിടെ നല്ല തിരക്കുള്ള സമയമാണ്, താമസിക്കാൻ റൂമൊന്നും കിട്ടിയെന്ന് വരില്ല എന്നും പറഞ്ഞു. പിന്നെ പോയി വല്ല കടത്തിണയിലും കിടക്കട്ടെ നിനക്കെന്താ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ചന്ദ്രമതി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇവർക്ക് കാര്യം മനസ്സിലായി. ആദ്യം പറഞ്ഞു അവിടെ കാണാനൊന്നും ഇല്ലയെന്ന്, ഇപ്പോൾ ദേ പറയുന്നു അവിടെ തിരക്കാണെന്ന്. പിന്നെ കാണാനൊന്നും ഇല്ലാത്തടത്ത് ആൾക്കാർ പോകുമോ ചേച്ചി, എന്താ ചേച്ചി ഇങ്ങനെയൊക്കെ പറയുന്നതെന്നൊക്കെ ചോദിച്ച് ആ ഒരു ഇതിൽ സംസാരിക്കുമ്പോൾ രവേട്ടൻ അങ്ങോട്ടേക്ക് കയറി വരും. അപ്പോൾ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, റൂമൊക്കെ കിട്ടും, ഞാൻ നിങ്ങൾക്ക് അവിടെ നല്ലൊരു റിസോർട്ട് വരെ ബുക്ക് ചെയ്ത് തരാമെന്ന് നമ്മുടെ വർഷ പറഞ്ഞു. എടാ നാളെ തന്നെ പോയിക്കൊള്ളണം, ട്രിപ്പുണ്ട്, അവിടെ ഓട്ടോ ഉണ്ട് ഇവിടെ ഓട്ടോ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ക്യാൻസൽ ചെയ്യാൻ നിന്നേക്കരുത്, ഞാൻ പറഞ്ഞേക്കാമെന്ന് പറഞ്ഞു നമ്മുടെ അച്ഛൻ. അച്ഛമ്മയുടെ ഓർഡറല്ലേ ഞങ്ങൾ എന്തായാലും പോയിരിക്കുന്നു സച്ചി പറഞ്ഞു. പോയി അടിച്ച് പൊളിച്ചിട്ട് വരാൻ പറഞ്ഞു അച്ഛൻ. ദേ ചന്ദ്ര ഇവർ സന്തോഷമായിട്ട് പോയിട്ട് കേട്ടോ, നീ ബിസ്ക്കറ്റും മിണുങ്ങി ഒന്നും മിണ്ടാൻ നിൽക്കേണ്ട, ഈ കാര്യത്തിൽ ഇടപെടരുത്, കൊളാക്കരുതെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞ് ചന്ദ്ര ഇരിക്കുമ്പോൾ രവേണ്ണ അങ്ങ് പോയി. അപ്പോൾ റിസോർട്ട് ഞാൻ ബുക്ക് ചെയ്തു, ഡീറ്റെയിൽസൊക്കെ ഞാൻ ഫോണിലേക്ക് അയച്ചു തരാമെന്ന് പറഞ്ഞ് വർഷം പോയി. രാവിലെ തന്നെ നീ പോയിക്കാനാണെന്ന് പറഞ്ഞ് പോയേക്കരുത് കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് സച്ചി ഇങ്ങനെ രേവതിയോട് പറയുന്നു. അപ്പോൾ ചന്ദ്ര ഇങ്ങനെ കുശുമ്പെടുത്ത് നോക്കുക കേട്ടോ. അത് അവർക്ക് 2 പേർക്കും മനസ്സിലായി. അപ്പോൾ ഞാൻ വിടാം എന്നുള്ള രീതിയിൽ ഇങ്ങനെ തലയാട്ടിക്കൊണ്ടിരിക്കുകയാണ് ചന്ദ്ര. എന്നിട്ട് ചന്ദ്രയുടെ ഉറക്കം മുഴുവൻ കളഞ്ഞ് ചന്ദ്ര ആലോചന തുടങ്ങി, എങ്ങനെയെങ്കിലും അവരുടെ യാത്ര മുടക്കണം. അപ്പോൾ ഇനി എന്ത് ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നപ്പോഴത്തേക്കും നമ്മുടെ സച്ചി രേവതി ഇറങ്ങി വന്നു. അമ്മയുടെ ആലോചന കണ്ടു, അവർക്ക് കാര്യവും മനസ്സിലായി. 2 പേരും ഇങ്ങനെ അമ്മ നമ്മുടെ പോക്ക് മുടക്കാനായിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ രേവതി ഒരു കവറുമായിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ചന്ദ്രയുടെ അരികിലേക്ക് ഇവർ ചെന്നപ്പോൾ ചന്ദ്ര കൊതി കുത്തി തിരിഞ്ഞു നിൽക്കുക. എന്താ ആലോചനയുമായിട്ട് നിൽക്കുന്നതെന്ന് സച്ചി ചോദിച്ചു. ഐഡിയ ഒന്നും കിട്ടിയില്ലേ എന്ന് സച്ചി ചോദിക്കുമ്പം നിനക്ക് എന്താണ് വേണ്ടതെന്ന് ചോദിക്കുകയാണ് അമ്മ. അല്ല ഐഡിയ കിട്ടിയെങ്കിൽ ഏത് പ്രയോഗിക്കണമെന്ന് ആലോചിക്കായിരിക്കും അല്ലേ എന്നും സച്ചി ചോദിക്കുകയാണേ. അപ്പോൾ രവിയേട്ടൻ അപ്പുറം ഇങ്ങനെ നിൽപ്പുണ്ട്. അപ്പോൾ ഇത് കാണും അമ്മ, സീരിയലൊക്കെ കാണുന്നത് കൊണ്ട് അതിനൊന്നൊരു ക്ഷമവും കാണത്തില്ല അല്ല രവതി എന്ന് സച്ചി. മരുമോള് ഭർത്താവിൻ്റെ കൂടെ പുറത്ത് പോകുന്നത് മുടക്കുക, ടൂർ പോകുന്നത് മുടക്കുക, അമ്മയുടെ വീട്ടിൽ പോകുന്നത് മുടക്കുക, ഇതിനൊക്കെ അമ്മായിമ്മമാർ കുറച്ച് സൂത്രങ്ങളൊക്കെ പ്രയോഗിക്കാറുണ്ടല്ലോ. ഈ അമ്മായിമ്മയ്ക്കും അതും ബൈഹാർട്ട് ആയിരിക്കും അല്ലേ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ സച്ചി ചോദിച്ച് ഇവരെ കളിയാക്കിക്കൊണ്ടിരിക്കുക. അപ്പം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ തലയാട്ടുന്നു നമ്മുടെ രേവതി. അങ്ങനെ നമ്മുടെ രേവതിയും സച്ചിയും കൂടി ഇങ്ങനെ അവിടെ നിന്ന് ചന്ദ്രയ്ക്കുള്ള ഗിഫ്റ്റ് കൊടുക്കുന്നു. ഇതാ അമ്മയ്ക്ക് വായു ഗുളിക തരുമെന്നും പറഞ്ഞുകൊണ്ട് ഒരു ഗുളിക എടുത്ത് അങ്ങ് കൊടുക്കണു. ഇത് നോക്കിയെന്നും പറഞ്ഞ് അതങ്ങ് കൊടുത്തു. അപ്പോൾ നമ്മുടെ അച്ഛൻ അവിടെ ഇങ്ങനെ എന്ന് പറഞ്ഞ് തലയാട്ടോ. അതൊക്കെ പോട്ടെ, ഇനിയിപ്പോൾ നടുവേദന വന്നെന്നിരിക്കട്ടെ, അപ്പം നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ ബാം തരും നമ്മൾ ബാം എടുത്ത് കൊടുത്തു. അപ്പോൾ നമ്മുടെ ചന്ദ്രമതി അവിടെ ഇട്ട് 2 എണ്ണങ്ങളും കൂടെ പൊളിച്ചടുക്കിക്കൊണ്ടിരിക്കുക. പിന്നെ വലിയൊരു സൂചിയൊക്കെ എടുത്തുകൊണ്ട് വന്ന് അങ്ങനെ അതായത് ഒരു സിറിഞ്ചൊക്കെ എടുത്തുകൊണ്ടൊന്ന് കാണിച്ച് പേടിപ്പിക്കുകയാണ്. അമ്മ ഏത് രീതിയിൽ ഞങ്ങളുടെ പോക്ക് മുടക്കാൻ നോക്കിയാലും അതിനൊക്കെയുള്ള മറുമരുന്ന് ഞങ്ങളുടെ കയ്യിലുണ്ടെന്ന് പറഞ്ഞു ചന്ദ്രയെ ശരിക്കും അവർ നാണം കെടുത്തുകയാണ്.
അതുകൊണ്ട് നല്ല അമ്മയായിട്ട് ഞങ്ങളെ യാത്രയാക്കാൻ ഇവിടെ ഇരുന്നോ. അമ്മയാവരുത് കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി താക്കീത് കൊടുക്കുക. രേവതി ഇങ്ങനെ നിൽക്കുന്നു. അങ്ങനെ ചന്ദ്രമതിക്കിട്ടുള്ള മുട്ടം പണിയും കൊടുത്ത് രണ്ടുപേരും കൂടി ഇങ്ങനെ ഹാപ്പി ആയിട്ട് നിൽക്കുന്നത് കാണിച്ചുകൊണ്ട് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കട്ടോ. ടാറ്റാ.